ഇതിനെ എല്ലാം നേതൃത്വം കൊടുത്ത ഒരാളുണ്ട് ഡൽഹിയിൽ, ഒരു പാർലമെന്റ് അംഗമാണ്. അതേക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുക ആരാണെന്നോ. അത് മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ഇന്ന് ഈ പാലം പണിയാൻ വേണ്ടി നടക്കുന്ന ആളുണ്ടല്ലോ, ഏതാ മാർക്സിസ്റ്റ് പാർട്ടിയും പിന്നെ BJPയും മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പാലം പണിയാൻ വേണ്ടി നടന്ന വ്യക്തി. അദ്ദേഹം എത്രയോ പ്രാവശ്യം അദ്ദേഹത്തെ ഫോൺ ചെയ്തിരിക്കുന്നു. ആ ഫോൺ കോളുകളൊന്ന് പരിശോധിച്ച് അങ്ങനെയാണെങ്കിൽ അതുകൂടി അന്വേഷണം നടക്കണ്ടേ? അല്ലല്ല, പേര് പറയാനില്ല. ഇതിൽ കൂടുതലൊന്നും നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കാര്യമാണെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റുമോ? ഇവിടെ പാലം പണിയാൻ വേണ്ടി പോയത് ആരാ? അല്ല, അത് നിങ്ങൾ അന്വേഷിക്കുക. ഞാൻ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ അന്വേഷിക്കുക. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോൺ കോളുകൾ വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് അന്വേഷണം നടത്തുക. ആ അന്വേഷണം നടത്തി ആരൊക്കെയാണ് ഫോൺ ചെയ്തിട്ടുള്ളത്. ജോൺ ബ്രിട്ടാസിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും കൂടെ ഫോൺ രേഖകൾ പരിശോധിക്കേണ്ട ഒരുപാട് പേരുടെ ഫോട്ടോ ഇല്ലേ? മുഖ്യമന്ത്രി ഇല്ലേ? മുഖ്യമന്ത്രി നേരെ ഇറങ്ങി വന്ന് ഓഫീസിൽ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങി വന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്ന വാഹനത്തിന്റെ കീ ഏറ്റുവാങ്ങാൻ വേണ്ടി പോയില്ലേ? താങ്കൾ UDF കൺവീനർ എന്ന നിലയ്ക്ക് കൂടി അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ടോ? ജോൺ ബ്രിട്ടാസും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കണം. അല്ല, അത് അന്വേഷിക്കണം. അതും അന്വേഷിക്കുന്നതാണ്. ഇപ്പോൾ അടൂർ പ്രകാശിനെ കുറിച്ച് SIT അന്വേഷണം നടത്തുന്നു എന്ന് പറയുമ്പോൾ ഞാനിതിനെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇതൊക്കെ അന്വേഷിക്കണം. എൻ്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ കള്ളനാണെന്നോ കാട്ടുകള്ളനാണെന്നോ കൊള്ളക്കാരനാണെന്നോ അറിഞ്ഞുകൊണ്ടല്ല അയാൾ എന്നെ കാണുന്നതും പരിചയപ്പെട്ടതിന് ശേഷം അയാൾ ശബരിമലയിൽ അന്നദാനം നടത്തുന്നുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ എത്തണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ അവിടെ പോയി ഉദ്ഘാടനം നടത്തി ഞാൻ മടങ്ങിപ്പോന്നു. അതിനുശേഷമാണ് അവിടെ നടത്തിയ പൂജയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ ഡൽഹിയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, സോണിയാഗാന്ധിക്ക് കൊടുക്കാനുള്ള ഞങ്ങൾ പൂജ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ സോണിയാഗാന്ധിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. അവരോടൊപ്പം ഒന്ന് ചെല്ലണമെന്ന് പറഞ്ഞ് ഞാൻ പോയി. ഞാനില്ല. അത് നിങ്ങൾ അന്വേഷിക്കണം. അല്ലല്ല, ഞാൻ ഒരു കാരണവശാലും അടൂർ പ്രകാശ് മുഖാന്തരം അങ്ങനെ ഒരു അവിടെ പോകാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല. അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. നേരത്തെ അപ്പോയിന്റ്മെന്റ് എടുത്ത പോറ്റിക്കൊപ്പം അടൂർ പ്രകാശ് പോയി എന്ന് മാത്രം. അത്രേ ഉള്ളൂ. അല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സോണിയാഗാന്ധിയോടൊപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അല്ല, പ്ലാൻ ചെയ്തൊന്നുമല്ല. ഇയാള് അവിടെ വന്നിട്ടാണ് എന്നെ ഫോൺ ചെയ്തു എന്നോട് പറഞ്ഞു, ഇങ്ങനെ നാളെ അപ്പോയിന്റ്മെന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് സോണിയാഗാന്ധിയെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ MP എന്നുള്ള നിലയിൽ അങ്ങോട്ട് വരികയാണെങ്കിൽ നല്ലതാണ്.